problem. Hey, no problem, yaar. No problem. I'll fish no problem. Okay, no problem. Bhaiya, no problem. No problem. Shanti, no problem. എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ ചിത്രദുർഗ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഹംപിയിൽ നിന്നും ഏകദേശം ഒരു 50 കിലോമീറ്റർ ഇപ്പുറമുള്ള ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പിലാണ് നമ്മൾ കിടന്നുറങ്ങിയത് കേട്ടോ. ഇന്നലെ അവിടെ വരെയാണ് വീഡിയോ നിർത്തിയിട്ടുണ്ടായിരുന്നത്. നിർത്തിയോടത്തുനിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. ടെൻറ്റും കാര്യങ്ങളെല്ലാം സാധനങ്ങൾ പയ്യെ മടക്കി വെച്ചിട്ടില്ല, ലഗേജും കാര്യങ്ങളൊക്കെ മടക്കി കയറ്റി വെച്ചു കേട്ടോ. സാധനങ്ങളൊക്കെ കയറ്റി വെച്ചു. ഇനി ഇതിലാണ് ടെൻറ്റ് വയ്ക്കുന്നത് കേട്ടോ. ഇന്നലെ കണ്ട ആ പൈപ്പ് അടിയിൽ കൂടെ വലിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞില്ലേ, അതിൽ 1.5 ഹാർട്ട് അറ്റാക്ക് എനിക്ക് തന്നെ കേട്ടോ, പേടിച്ചിട്ട്. കാരണം ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു പൈപ്പ് പോകുന്നുണ്ടായിരുന്നു, ഈ ടെൻറ്റിൻ്റെ അടിയിൽ കൂടെ ഒരു പൈപ്പ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ആ പൈപ്പ് വലിച്ചു. അപ്പോൾ ആ ടെൻറ്റിൻ്റെ അടിയിൽ കൂടെ ആയിരുന്നു ആ പൈപ്പ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സാധനം, ഒരു പാമ്പിൻ്റെ അതേ വലുപ്പമുള്ളൊരു സാധനം ഇങ്ങനെ ഓടിപ്പോണു കേട്ടോ. എൻ്റെ ദൈവം, ഇങ്ങനെ ഞാൻ പേടിച്ചിട്ടില്ല കേട്ടോ. ചിക്കമംഗ്ലൂര് ഒരു വേസ്റ്റ് ഹോട്ടലിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും തല്ലൂട്ടങ്ങൾ ഉണ്ടായിട്ടും ഞാൻ ഇത്രയ്ക്ക് പേടിച്ചിട്ടില്ല. പക്ഷെ അത് കാരണം തൊട്ട് മുന്നാണ് ഒരു വീഡിയോയും കൂടി ഞാൻ കണ്ടത് കേട്ടോ. കൂട്ടുകാരൻ്റെ ടെൻറ്റിൽ പമ്പിൽ ടെൻ്റ് അടിച്ച് പാമ്പ് കയറി എന്ന് പറഞ്ഞു ടെൻറ്റിൻ്റെ ഉള്ളിൽ. അപ്പോൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോൾ സ്ലീപ്പിംഗ് മാറ്റ് ഉണ്ട്, ഇത് മടക്കണം. പവർ ബാങ്കിൽ ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. വെള്ളം കുപ്പി ഇരിക്കുന്നുണ്ട്, കുറച്ച് സാധനങ്ങളുണ്ട് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ ആക്ച്വലി പോണത് ഹംപി സൈഡിലേക്കാണ് കേട്ടോ. ഹംപി ആ സൈഡിലേക്കാണ് പോണത്. അവിടെ ക്യാമ്പ് സൈറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഫോറിനേഴ്സായ ബാക്ക് പാക്കേഴ്സ് എല്ലാവരും വന്ന് ക്യാമ്പിങ് എക്സ്പീരിയൻസ് കിട്ടാനും എനിക്കറിയില്ല കേട്ടോ. സൂപ്പർ എക്സൈറ്റഡ് ആണ് ആ സൈഡിലേക്ക് പോകാനൊക്കെ വേണ്ടിയിട്ട്. സോ നമുക്ക് എന്തായാലും ഇവിടെ നല്ല ഉറക്കം കിട്ടി കേട്ടോ, പറയാതെ വയ്യ, നല്ല ഉറക്കം കിട്ടി. രാത്രി 1-2 ലോറി, ഈ ഒരു തമിഴ്നാട് ലോറിയും ഈ 2 ലോറി വന്നതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. ഞാൻ ആകെ കൂടി ഹായ് ഭയ്യ, ഹായ് പോലോ, രാത്രി ഈ ലോറി വന്നതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അല്ലാതെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നില്ല. സുഖമായിട്ട് ഉറങ്ങി. കഴിഞ്ഞ വട്ടം നയാരുടെ പമ്പിൽ കിടന്നപ്പോൾ 12:30-1 മണിക്ക് പട്ടി ഈ ടെൻറ്റിൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഈ ടെൻറ്റ് കണ്ടിട്ട് പേടിച്ചിട്ട് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതൊരു 1.5 മണിക്കൂർ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് അങ്ങനെ ഉറക്കം പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അടിപൊളിയായിട്ട് ഉറങ്ങി. എന്തായാലും സാധനം പാക്ക് ചെയ്തിട്ട് പയ്യെ നമുക്ക് വിടാട്ടോ. ഹംപി എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനിലേക്ക്, ഒരു ലേക്ക് സൈഡ് ഒരു റിസോർട്ടാണെന്ന് തോന്നുന്നുണ്ട്, ക്യാമ്പ് സൈറ്റ് ഏരിയ, അറിയില്ല, നോക്കാം. സൂപ്പർ എക്സൈറ്റഡ് ഗൈസ്. സാധനം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാനാണ് പാട്, ടൈറ്റ് ഇതായതുകൊണ്ടേ. പൈസ കൊടുത്ത പെട്രോൾ പമ്പിൽ ജോലി ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ആരെയും അവരുടെ കളറോ അല്ലെങ്കിൽ അവരുടെ ജോലിയോ അല്ലെങ്കിൽ അവർ വായിലിട്ട് ചവയ്ക്കുന്ന പാനോ ഒന്നും വിചാരിച്ച് അവരെ ജഡ്ജ് ചെയ്യരുത് കേട്ടോ. അവർക്ക് 2 മക്കളുണ്ട്. ഇന്നലെ ഒരാളെ പരിചയപ്പെട്ടത്, 2 മക്കളുണ്ട്. ഒരാൾ ബാങ്കിൽ വർക്ക് ചെയ്യണു, ബാംഗ്ലൂരും മൈസൂർ. ഒരാൾ സോഫ്റ്റ്വെയർ എൻജിനീയറാണ്, ബാംഗ്ലൂരായിരുന്നു, മൈസൂർ പ്രൊമോഷൻ കിട്ടി, മൈസൂരിലേക്ക് മാറി. എൻ്റെ മോനെ ആരെയും മുൻ ഇതോടുകൂടി ഡോണ്ട് ജഡ്ജ് ഗൈസ്, നെവർ ജഡ്ജ്. മറ്റേ ഇതുണ്ടല്ലോ, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറഞ്ഞിട്ട്, അത് തന്നെ കേട്ടോ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സോ സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് പാക്കായിട്ടാ. നമ്മൾ ഇനി പയ്യെ നീങ്ങാം അവിടെ നിന്ന്. അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യണം കേട്ടോ. റോങ് വേ ആണ് പോണത്. സമയം ഇപ്പോൾ 8 മണി. ഞാൻ 9 മണിക്ക് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും കേട്ടോ. സോ കിട്ടാണെങ്കിൽ ഇല്ല, ഇനിയിപ്പോൾ വലിയൊരു ടൗണാണ് വരണത്, ഹുസ്പേട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയ ടൗണാണ് വരണത് കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള എന്തായാലും ഇതുണ്ടാവും, ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ യാത്ര നമ്മൾ കേരള ടു കാശ്മീർ ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ, വീണ്ടും ഇവിടെ നിന്നും. ഞാൻ യൂഷ്വലി വേറെ ഫുഡ് ഐറ്റംസ് ഒന്നും കയ്യിൽ പിടിക്കാറില്ല കേട്ടോ. എൻ്റെ 1 കിലോൻ്റെ പ്രോട്ടീൻ പൗഡർ ഉണ്ട്,
പിന്നെ സീഡ്സ് ഉണ്ട്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സീഡ്സ് ഉണ്ടല്ലോ, സൺഫ്ലവറിൻ്റെ സീഡ്, ചിയ സീഡ്, അങ്ങനെ ഫ്ലേക്ക് സീഡ്, അങ്ങനെ ഓരോ സീഡുകളുണ്ടല്ലോ, അതുണ്ട്. ഞാനിപ്പോൾ ഇന്നലെ ശ്രദ്ധിച്ചതാണ്, ഇതിപ്പോൾ വേണ്ട ഒരു ഘാട്ട് റോട്ടിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു ഘാട്ട് റോഡാണ് കണ്ട, കടകളോ അല്ലെങ്കിൽ ആൾക്കാരുകളോ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് ഇന്നലെ കാലത്ത് പട്ടിണിയായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒന്നും ഇല്ലെങ്കിലേ ചിലപ്പോൾ പണി വരാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് ഒരു 10 കിലോമീറ്റർ അങ്ങനെയാണെങ്കിലോ നമ്മൾ ടയേർഡായാലോ. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് കുക്കി വാങ്ങി വെച്ചു കേട്ടോ. അതാകുമ്പോൾ എന്തെങ്കിലും കഴിക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളും അതുപോലെ വാങ്ങി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പുറത്ത് ഇതാണ് കേട്ടോ, ഫോറസ്റ്റാണ്. അപ്പോൾ ചെറിയൊരു ക്ലൈംബ് വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ വിശന്ന് കഴിഞ്ഞാലേ ഒന്നും ഇല്ലാത്തതിനോട് ഭേദമല്ലേ, ആരും എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ആളായിരുന്നു ഫോളോ ചെയ്യണം കേട്ടോ. ഒറ്റയ്ക്കുള്ളേ, അതൊക്കെ ശ്രദ്ധിക്കണം, നമ്മുടെ ചുറ്റുപാട് എന്താ സംഭവിക്കണേന്ന്. ഇന്നലെ കാലത്ത് തുടങ്ങിയ ഹംപി എക്സ്പ്രസ് വേ പ്രൈവറ്റ് ലിമിറ്റഡ്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, താങ്ക് യു. ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നേ, ഇപ്പോഴാണ് അവസാനിക്കണം. ഇന്നലെ തുടങ്ങിയതാ. ഇവിടെ എന്നിട്ടോ, ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ. ഇതൊരു സംഭവം, കാപ്പി കിട്ടും ഇവിടെ. കുറേ സ്വാമിമാരുണ്ട് കേട്ടോ, സ്വാമിമാരുണ്ട്. ലൊക്കേഷനാണ്, നല്ല ലൊക്കേഷൻ. ഇവിടെ കോഫി കിട്ടുമോ നോക്കി നോക്കണം കേട്ടോ. ഇവിടെ കോഫി കിട്ടുമോ നോക്കി നോക്കണം. നമ്മുടെ സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് തുംഗഭദ്ര ഡാമിൻ്റെ റിസർവോയറാണ് കേട്ടോ. അതിൻ്റെ റിസർവോയറാണ് ഇപ്പോൾ കണ്ടത്. ഞാൻ വിചാരിച്ചു വല്ല ലേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ട്. അല്ലാട്ടെ, ഇത് തുംഗഭദ്ര ഡാമിൻ്റെ റിസർവോയറാണ്. സ്റ്റോണ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഡാമാണ് കേട്ടോ. അതുപോലെ തന്നെ കേരളത്തിൽ പറഞ്ഞിട്ടുണ്ട് മുല്ലപ്പെരിയാർ ഡാം. ഇന്ത്യയിലത്തെ ഓൺലി 2 നോൺ സിമെൻറ്റ് ഡാമും കൂടിയാണ് കേട്ടോ. സിമെൻറ്റ് കൊണ്ട് അല്ലാതെ നിർമ്മിച്ച ഡാമുകൾ കൂടി ഒന്നാണിത്. ഒരെണ്ണം കേരളത്തിലാണ്, നമ്മുടെ മുല്ലപ്പെരിയാർ വരുന്നത്. മുല്ലപ്പെരിയാറിൻ്റെ ഇതുകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ തന്നെ ഉള്ളൊരു ഡാമാണ് കേട്ടോ തുംഗഭദ്ര ഡാം. കിടിലൻ ഡാമാണ്. നമുക്ക് പോകാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ റിസർവോയറിൻ്റെ സൈഡിലാണ് വന്ന് നിൽക്കണത്. അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ പറഞ്ഞു തന്നു എന്ന് മാത്രം കേട്ടോ. നമ്മളിത് ടണലിനുള്ളിലേക്ക് കയറാൻ പോവാട്ടോ. യാ മോനെ, പൊളിച്ച് യാത്ര ഇൻട്രസ്റ്റിംഗ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കർണാടക കഴിയാറായി. ആക്ച്വലി കുതിരാൻ ടണൽ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ ഈ യാത്രയിൽ. രണ്ടാമത്തെ ടണൽ. യാത്രയിൽ കുറച്ചധികം ടണലുകൾ ഉണ്ടെന്നറിയാം, പക്ഷേ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഉള്ളിലേക്ക് കടത്തി വിടില്ലേ സൈക്കിള്? അങ്ങനെ കുറേ ചോദ്യങ്ങളുമായി ഞാൻ മുന്നോട്ട് നീങ്ങുകയാണ് സുഹൃത്തുക്കളെ. എന്തോരം ഉണ്ട് ഇത് ഒന്നും അറിയില്ല കേട്ടോ. ചെറുതാ, അതിൻ്റെ ഓപ്പണിങ് എനിക്ക് കാണാം. ചെറിയൊരു ടണലാട്ടോ. വാവ്, പൊന്നെ, ചെറിയ വണ്ടിയായിരിക്കും പക്ഷെ സൗണ്ട് കാരണേ നമ്മൾ വിചാരിക്കും വലിയ വണ്ടിയാണ് വരണേന്ന്. നമ്മളെന്നിട്ട് ഒതുങ്ങൂട്ടാ, അതാണ് ഏറ്റവും പാട്. അത് പൊളിച്ചിട്ടാ. ചെറിയൊരു ടണൽ. ഇനി നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്നറിയോ? നമുക്ക് ഏകദേശം 30 കിലോമീറ്റർ. 30 കിലോമീറ്ററാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് എത്താനുള്ളത്. അടിപൊളി. SGRS സ്കൂൾ. പുഷ്പേട്ട് അങ്ങോട്ടാണോ അറിയില്ല. എന്തായാലും കർണാടക ഏകദേശം തീരാറായിട്ടുണ്ട്. മാപ്പ് ഞാൻ നോക്കിയപ്പോൾ കർണാടക ഏകദേശം തീരാറായിട്ടുണ്ട്. അടുത്തത് മഹാരാഷ്ട്രയിലേക്കാണ് കയറാൻ പോണത്. മഹാരാഷ്ട്ര. കട്ട്ല രോഹു.
कटला रोड ഡാം 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 മച്ചിലി മച്ചിലി ആ ഡാമിൽ നിന്ന് പിടിച്ച മീനാണ് കേട്ടോ. ആ ഓക്കെ ഓക്കെ. ഡാം എൻട്രി ഡാം അപ്പുറം, ഇതിൻ്റെ അപ്പുറമാണ് കേട്ടോ. ഞാൻ പയ്യെ ഡാമിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക, അപ്പോൾ കണ്ടതാണ്. ഡാമിലേക്ക് കയറാൻ പറ്റുമോ എനിക്കറിയില്ല, കാരണം സൈക്കിൾ എനിക്കങ്ങനെ പുറത്ത് വെച്ചിട്ട് അങ്ങനെ കയറണം കേട്ടോ. സേഫായിട്ട് എവിടെയെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഡാമിൻ്റെ വ്യൂ കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് കണ്ടിട്ട് പോകാമല്ലോ. ഇന്നിപ്പോൾ അധികം കിലോമീറ്റർ ചവിട്ടാനില്ല, ആകെ 40 കിലോമീറ്ററല്ലേ റൈഡ് ചെയ്യാവുള്ളൂ ആകെ. അപ്പോൾ അങ്ങനെ കരുതുന്നു. ഇവിടെ ഫുള്ള് മീൻ മാർക്കറ്റാണ് കേട്ടോ. നമ്മൾ തുംഗഭദ്ര ഡാമിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാണ് കേട്ടോ. ഡാമിൻ്റെ ഉള്ളിലേക്ക് ഇത് വലിയ പാർക്കിംഗ് ഏരിയ ഉണ്ട്. എല്ലാവരും കുളിയും ഇതൊക്കെ ചെയ്യണമല്ലോ. എൻ്റെ പൊന്നെ ഫുള്ള് പട്ടികളുണ്ടല്ലോ. ഇതാ വെൽക്കം ടു തുംഗഭദ്ര ഡാം. ഉള്ളിലേക്ക് കയറ്റാൻ പറ്റണം കേട്ടോ, ബൈക്കൊക്കെ പോകണ്ടായിരുന്നു. തുംഗഭദ്ര ഡാം സൈക്കിൾ not allowed. How far from here? हिंदी कितना किलोमीटर है इधर से? 1 किलोमीटर डाम देखने के लिए. इधर रुकेगा साइकिल? सेफ है इधर? उधर पुलिस सेफ साइकिल लगेज है आपके पास इधर रुके. ക്യാമറ അലൗഡ് അല്ല. നോർമൽ സൈക്കിൾ. ആ കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് ഇലക്ട്രിക് സൈക്കിളാണോ എന്ന്. ഈ സാധനം കണ്ടിട്ടാണ്. ഇലക്ട്രിക് സൈക്കിളല്ല, ഇത് ടോഡിൻ്റെ TD850 ബഡ്ജറ്റ് ആയിട്ടുള്ളൊരു MTB ആണ് ഗൈസ്. ഇലക്ട്രിക് സൈക്കിളായിട്ട് തന്നെ കണക്ക് കൂട്ടല്ല ഗൈസ്. ഞാൻ ചവിട്ടിയിട്ടാ പോണേ. നിങ്ങൾക്കറിയാലോ ഇത് ടോഡിൻ്റെ ഒരു സൈക്കിളാണെന്ന്, ഇലക്ട്രിക് അല്ലാന്ന്. നിങ്ങൾക്ക് ഡൗട്ടില്ലല്ലോ, പക്ഷേ ഈ കാണുന്നവർക്ക് ഉണ്ട് കേട്ടോ ഡൗട്ട്. അപ്പോൾ തുംഗഭദ്രയിൽ കയറാൻ പറ്റിയില്ല, വേറെ ഒന്നും കൊണ്ടല്ല. അവിടെ ക്യാമറ അലൗഡല്ല. സൈക്കിൾ പാർക്കിങ്ങിൽ വയ്ക്കണം. ക്യാഷായിട്ട് എൻട്രി ഫീ കൊടുക്കണം. കാണാനില്ല എന്നെ. അപ്പോൾ ഇന്നെ കാരണത്താൽ ഞാൻ അവിടെ നിന്ന് പോന്നു കേട്ടോ. വീണ്ടും ആ മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടെ, ഫിഷ് മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക്, നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. കാരണം എനിക്ക് അങ്ങനെ റിസ്ക് എടുക്കാൻ വയ്യ. നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ഇന്ത്യയിലത്തെ 2 എണ്ണമാണ്. ഒന്ന് ഇതും തുംഗഭദ്രയും, രണ്ടാമത്തെ മുല്ലപ്പെരിയാറാണ്. നമുക്ക് മുല്ലപ്പെരിയാർ കണ്ടാൽ പോരെ, എന്തിനാ റിസ്ക് എടുത്തിട്ട് ഇതൊക്കെ കാണാൻ പോണേ. ക്യാഷ് ഇല്ലാത്ത കാരണം കേട്ടോ. ബാഗിൻ്റെ ഉള്ളിലാണ്, ആ പാനിയർ ബാഗിൻ്റെ ഉള്ളിലാണ് ക്യാഷ് ഇരിക്കണം, ലിക്വിഡ്. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയാൻ എങ്ങനെയെങ്കിലും. NH50ലേക്ക് കയറിയിട്ടാണ് നമ്മൾ. പക്ഷേ ഭയങ്കര റോഡ് പണി. ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞിട്ട് U-ടേൺ എടുക്കണം. ഞാൻ റോങ് സൈഡ് ഫുട്പാത്തിൽ കൂടെ സൈഡിൽ കൂടെ നടന്നിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. വെറുതെ തന്നെ ഈ ബ്ലോക്കിൽ കൂടെ 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ അങ്ങോട്ട് പോകണം U-ടേൺ എടുക്കാൻ. സൈക്കിളല്ലേ, നമുക്ക് ഇതിൽ കൂടെ 100 മീറ്റർ നടന്നാൽ മതി കേട്ടോ. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ഭയങ്കര ബ്ലോക്കാണ്. NH50. അപ്പോൾ ഞാനിങ്ങനെ സൈഡിൽ കൂടെ പയ്യെ നടന്നിട്ട് ഇവിടുന്ന് റൈറ്റാണ് നമുക്ക് എടുക്കേണ്ടത് ഇതാനും. അപ്പോൾ പിന്നെ ഇതല്ലേ എളുപ്പം. എൻ്റെ പൊന്നെ, ഈ റൂട്ട് ഫുള്ള് ഇതാണ് കേട്ടോ. ലൈക്ക് മുള പൊട്ടിയിട്ടുള്ളൂ. നമ്മുടെ ക്രിസ്മസിന് പുൽക്കൂടിൻ്റെ മേലെ തെന വിധിച്ചോണ്ട് കേട്ടോ. അടിപൊളി, നല്ല രസത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മുടെ ടോഡിൻ്റെ സൈക്കിളിൻ്റെ ആ കളറും കൂടി മിക്സ് ആകുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ കുറേ ഫോട്ടോസ് ഈ ഭാഗത്ത് വെച്ച് എടുത്തിട്ടുണ്ട്. കുറേ ഫാമിങ് ആ ഒരു ഇതാണ് കേട്ടോ. പിന്നെ കുറേ മുല്ലപ്പൂവിൻ്റെ കൃഷി കണ്ടു, അത് ഞാൻ കാട്ടിത്തരാം പോണ വഴിയിലുണ്ടെങ്കിൽ കേട്ടോ. ഇത് അടിപൊളിയായി. ഇതുപോലെ ഉണ്ടോ ഫുള്ള്, ഈ വഴി ഫുള്ള് അങ്ങനെയാണ്. അതുപോലെ തന്നെ MTBയും കൊണ്ടുവരാണെങ്കിൽ ഓഫ് റോഡ് ചെയ്യാനുള്ളൊരു മലയും അവിടെ കാണാം കേട്ടോ. എൻ്റെ അമ്മ അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട് ഇവിടെ കാണാൻ ഈ റൂട്ട്. ഫോറിനേഴ്സ് അല്ല, തിരക്കധികം ഉള്ള റൂട്ടല്ല കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല. ഫുള്ളൊരു ഇതാണ് മെയിൻ റൂട്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ സംഭവം അടിപൊളി. ഈ ഒരു മല കയറണം കേട്ടോ. ഈ ഒരു മല കയറണം. ക്ലൈമ്പുണ്ട്. ഈ ഒരു മല കയറിയിട്ടാണ് നമ്മൾ പറഞ്ഞ ഒരു ക്യാമ്പ് സൈറ്റ് ഓൺലൈനിൽ കണ്ടതാണ്. എന്തായിരിക്കും അറിയില്ല. എൻ്റെ അമ്മി ഹോണൊന്നും അടിക്കില്ലല്ലോ അവർ. എൻ്റെ ഭാഗത്ത് നിന്നിട്ടുണ്ട് മോനെ. അത് കഴിഞ്ഞാൽ വലിയൊരു ഇറക്കാം. 3 കിലോമീറ്റർ ഉള്ളൂ ഇനി. 3 കിലോമീറ്റർ എത്താൻ
കുറച്ച് പണിപ്പെടും. എൻ്റെ പൊന്നെ ഫുള്ള് ഇതിട്ടാ. എവിടെയൊക്കെ നോക്കിയേ ഇല്ല. എൻ്റെ പൊന്നെ പെട്രോളൊക്കെ വേണ്ട. പെട്രോള് വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്രോളൊക്കെ കടകളിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10-25 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നു കേട്ടോ ഹൈവേന്ന്. അപ്പം അതുകൊണ്ടായിരിക്കും പെട്രോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുക. ശേ ഭയങ്കര കാം ആൻഡ് പീസായിട്ടുള്ള സ്ഥലം കേട്ടോ. വേറെ അങ്ങനെ സിറ്റിയുടേതായ ഒരു ഇതുമില്ല, ഒരു വൈബും ഇല്ല, സിറ്റിയുടേതായ ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലം. നമുക്ക് ഇനി ഒരു 500 മീറ്റർ കൂടി പോയാൽ നമ്മുടെ ക്യാമ്പ് സൈറ്റ് എത്തും കേട്ടോ. സൂപ്പർ എക്സൈറ്റഡ് ക്യാമ്പ് സൈറ്റ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഹംപിയിലേക്ക് ആദ്യമായിട്ടാണ് വരണേ, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. നല്ല കാറ്റുള്ള കാരനാണ് പോണില്ല കേട്ടോ വണ്ടി. ഇന്നലെയൊക്കെ 120 കിലോമീറ്ററൊക്കെ സിമ്പിളായിട്ട് അടിച്ചു, ഒരു ക്ഷീണമില്ലാണ്ട്. പക്ഷേ ഈ 20 കിലോമീറ്റർ ചവിട്ടാൻ ഞാൻ പാടുപെടാ. ഞാൻ എവിടേക്കൊക്കെയോ പോകുന്നുണ്ട് കേട്ടോ. ടെൻറ്റ് ഇവിടെ കിട്ടുമെന്ന് നോക്കി നോക്കണം. ഇത് തന്നെയാണാവോ കിട്ടുന്ന സ്ഥലം കേട്ടോ. ഇവിടെ നോക്കട്ടെ ക്യാമ്പ് ചെയ്യാൻ പറ്റുമെന്ന്. ഗൈസ് ഇവിടെ ഈ ക്യാമ്പിങ് ഏരിയ തപ്പിയിട്ട് കിട്ടണില്ല കേട്ടോ. ഞാൻ വേറെ ഏതോ സ്ഥലത്താണ് വന്നിരിക്കണം, ചിന്നാസ് ക്യാമ്പിങ് ഏരിയ. ഇത് ഏതാണ്? ഇവിടെ ഫുള്ളാന്നാ പറഞ്ഞേട്ടാ. ഇവിടെ നിന്ന് മാറണം, അടുത്ത സ്ഥലത്ത് പോയി ചോദിച്ചു നോക്കിയാൽ കേട്ടോ. ഇവിടെ റിസപ്ഷൻ, ഇവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. Hi. Yeah. Camping. Camp. How much for camp? Tent. Daddy, tent and the chupala? 500. 500. 500. I called you yesterday. I called you for 300. I have the tent. Yeah, yesterday I called you. I have the 250. Yeah. Okay. China, yes. Yeah. Okay. Yeah, hi. Your name? Raju. Yeah. It's How much is it? to camp here they told me 250 rupees. Yeah, because I have the tent and sleeping bag, I have everything, so I will just have the dinner with them. Yeah, that's it. There's have you been to Hanumanali? I'm new to this place, bro. Yeah, so Hanumanali, it's just next village, that way. Okay. Is there anything to watch? I mean, it's really big climbing location. Climbing, it's a trekking place or? Everyone that stays there, they're boulderers. They're all rock climbers. Oh, And it's, so this Sanapur is very Israeli. okay. I'm not Israeli, I'm English. I'm the only English guy here. Okay. Oh, If you go to Hanumanali, it's more European. Oh, cool. There's, How far from and here? More Indian as well. Oh, how far from here? 5 kilometers. 5 kilometers. 4-5 kilometers. You just go this way, Ah. and then you come to a small village and Wanderlust. Have you been there? Yeah, I was there for 2 weeks before I came here. Oh, it's a trekking place. Yeah, well, not trekking, but climbing. Climbing. Oh, You know the boulders? All these boulders? People climb the boulders. Oh, yeah, understood. Yeah. There's lots of boulders. There. Okay. I think their price is like 300. 300 for climbing the Oh no, for putting your tent up. of here. No, in Wanderlust. Okay, okay. It's a different campsite. Oh, I'm just oh. telling you about. Okay, okay. Just sharing the information. Yeah, Okay, yeah. yeah, cool. Thanks. Yeah, there's another campsite in Wanderlust, and it's like there's many trees everywhere, and there's so many people camping. Okay. Like they just told me you can pitch the tent anywhere in the garden, so I'm planning to pitch the tent here. Yeah, This is fine. yeah, it's fine. Yeah. But there are അവിടെ തുണി അലക്കണ സ്ഥലമുണ്ട്, തുണി അലക്കണതുണ്ട്. അല്ലെങ്കിൽ അറിയില്ല, നമുക്ക് അപ്പുറത്ത് എവിടെയെങ്കിലും ടെൻറ്റ് പിച്ച് ചെയ്യാം കേട്ടോ.
ഞാൻ ടെൻറ്റ് അവിടെ അടിച്ചു കേട്ടോ. ടെൻറ്റ് ഞാൻ അടിച്ചു. എന്നിട്ട് ഇവിടെ തന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ തന്നെ വന്ന് ഫുഡ് അടിക്കാന്ന് പറഞ്ഞു കേട്ടോ. അവർ 300 രൂപ എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാൻ 250 രൂപയല്ലേ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു സാധനം കാച്ചിട്ടുണ്ട്. അപ്പോൾ 250 രൂപ അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈഫൈ കണക്ട് ചെയ്തു. അതുപോലെ തന്നെ സാൻഡ്വിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാലത്തൊന്നും മര്യാദയ്ക്കൊന്നും കഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ സാൻഡ്വിച്ച് കണ്ടപ്പോൾ സാൻഡ്വിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ചീസ് സാൻഡ്വിച്ചോ അങ്ങനെ എന്താ പറഞ്ഞു കേട്ടോ. 100 സംതിങ്. പിന്നെ ലോണ്ട്രി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ലോണ്ട്രി സർവീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ലോണ്ട്രി സർവീസ് ആക്ച്വലി 10 രൂപയുള്ളൂ കേട്ടോ. ഒരു പീസിന് 10 രൂപ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതും എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ട്. അപ്പോൾ ഒരു 5 എണ്ണം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 രൂപ ആവുള്ളൂ. അപ്പോൾ അലക്കാണ്ടും കഴിഞ്ഞു. സൗകര്യങ്ങളേ സായിപ്പുമാരും ഇവർക്കുള്ളതാണ് സൗകര്യങ്ങൾ. കൊള്ളാട്ടോ. സോ അടുത്ത പ്ലാൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ഫുഡ് കഴിച്ച് കേട്ടോ. നല്ല വൈബ് കേട്ടോ, നല്ല വൈബ്, അടിപൊളി. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞാൻ ഡ്രസ്സൊന്നും മാറിയിട്ട് ഇന്ന് ഹുഡി ഇടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. മൈസൂർ ചിക്കമംഗ്ലൂർ ഭാഗത്ത് ഹുഡി ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് വെറുതെയാണ് ഹുഡിയും കാര്യങ്ങളൊക്കെ ഇട്ടത്. നമ്മൾ ചെറിയൊരു ഷാക്ക് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇപ്പോൾ നമ്മൾ ടെൻറ്റിലാണ് താമസിക്കുന്നത്. ക്യാമ്പിങ് തന്നെയാണ് കേട്ടോ. ഇവിടെ ആക്ച്വലി ചെറിയ ചെറിയ ക്യാമ്പുകളുണ്ട്. 1, 2, 3 ക്യാമ്പുണ്ട്. ഇവിടെ 700 രൂപയാണ് ഇതിൻ്റെ ഉള്ളിൽ താമസിക്കാൻ വേണ്ടിയിട്ട്. ക്യാമ്പിൻ്റെ ഉള്ളിൽ താമസിക്കാൻ വേണ്ടിയിട്ട് 700 രൂപയാണ്. ഞാൻ സ്വന്തമായിട്ട് അടിച്ചോളാം എന്ന് പറഞ്ഞു. 300 രൂപയ്ക്ക് ഇവിടെ താമസിച്ചോളം പറഞ്ഞു കേട്ടോ. 300 രൂപയ്ക്ക് ഇവിടെ ഓരോ ഹട്ട് പോലെ ഇങ്ങനെ ഹട്ടുകളുണ്ട് കേട്ടോ. കിടിലാണ്. ഇവിടെ ഉള്ളത് ഒരു 50 പേര് ഇവിടെ ഉണ്ടെങ്കിൽ 50 പേരും ഫുള്ള് ഇസ്രായേലിൽ നിന്നുള്ളവരാണ് കേട്ടോ. നേരത്തെ ആൾ പറഞ്ഞില്ലേ, നേരത്തെ ഒരു ഫോറിനർ. അപ്പോൾ ആളുടെ അടുത്തേക്കാണ് ഇപ്പോൾ പോണത്. ആളവിടെ ഉണ്ടെങ്കിൽ എങ്ങടെയൊക്കെ ഒന്ന് കറങ്ങാൻ പോകാം ഈവനിങ്. ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തത് നാളെ പോകാനാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. ഇപ്പോൾ 1 മണിയായി, ഉച്ച 1 മണി സമയമായി. സോ അതാണ് ഇപ്പോഴത്തെ പ്ലാൻ വരുന്നത്. ഇവിടെ യൂറോപ്യൻസ് കുറേ പേര് ഉള്ള ക്യാമ്പ് ചെയ്യുന്നൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്കാണ് ലക്ഷ്യം. സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. 2-3 ആഴ്ച ഹംപിയിൽ താമസിക്കണം. അതിന് മാത്രം ഇവിടെ എന്താ ഉള്ളത്? കുറേ ഹിസ്റ്ററി പരമായിട്ടുള്ളത്. ലൈക്ക് അവർക്കതൊക്കെ വലിയ താല്പര്യമായിരിക്കും കേട്ടോ. 2 ആഴ്ചയ്ക്കായിട്ട് ഹംപിയിൽ താമസിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ. വെറുതെ ഒരു ഹാമുക്ക് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിലൊന്നും അല്ല താമസിക്കണത്. എന്തായാലും നമുക്ക് പോയി നോക്കി നോക്കാം ആളവിടെ ഉണ്ടാവണമെന്ന്. കിടിലൻ കേട്ടോ, കിടിലൻ വൈബ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. ഫുള്ള് പാടത്തിൻ്റെ സൈഡിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു ഇതുണ്ടാവും കേട്ടോ. ഇങ്ങനെ ഓലമേഞ്ഞ ഒരു ഇതിൽ വൈബാ, രസമാണ്. അപ്പോൾ ഞാൻ കാലത്തൊരു 12 മണിയായപ്പോൾ എത്തിയതാണ്. ഇപ്പോൾ 2 മണിയായി. ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇന്നും നാളെയും ഇവിടെ തന്നെയാണ്. നോക്കട്ടെ ആളിവിടെ ഉണ്ടോയെന്ന്. ഇങ്ങനത്തെ അടിപൊളി സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ലൈക്ക് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി സ്ഥലങ്ങൾ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. നമുക്ക് പയ്യെ ഇവിടെ നിന്ന് നീങ്ങാട്ടാ. 3 കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൺസെറ്റ് പോയിന്റ് ഉണ്ട്. പിന്നെ കുറേ ബ്ലണ്ടേഴ്സ് ആയിട്ടുള്ള ഇങ്ങനെ വലിയ 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 പാറകളായിട്ടുള്ളൊരു സ്ഥലങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ മേലേക്കായിരിക്കും തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് അറിയില്ല. ഇങ്ങനെ ഇന്നലെ കോത്തിരാജയുടെ വീഡിയോ കണ്ടില്ലേ നിങ്ങൾ? അതിൽ കാട്ടിയോണം ക്ലൈംബ് ചെയ്യണത്. അങ്ങനത്തെ സ്ഥലങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ലഗേജൊക്കെ ഊരി വെച്ചു കേട്ടോ. സൈക്കിളുമത്തെ ലഗേജും കാര്യങ്ങളൊക്കെ ഊരി വെച്ചു. പയ്യെ ജസ്റ്റ് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. നോക്കി അടിപൊളി, നല്ല രസമുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചു. ടെൻറ്റിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ വെച്ചു. എന്നിട്ട് കുറച്ച് ലൊക്കേഷൻ ഹണ്ട് വേണമെങ്കിൽ ചെയ്യാമല്ലോ. നോക്കാം ഗൈസ്. ഇവിടെ വലിയൊരു ടെമ്പിൾ ഉണ്ട് കേട്ടോ. ഹനുമാൻ ടെമ്പിൾ ആണെന്നാണ് എൻ്റെ വിശ്വാസം. കുറച്ച് ഫേമസ് ഏരിയ ആണ് ഇവിടെ. ഈ ഭാഗത്ത് ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. എന്നിട്ട് അഞ്ജനാദ്രി ടെമ്പിൾ. ഓക്കെ, അപ്പോൾ ആ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അവിടെ കുറച്ചധികം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചുമ്മാ അങ്ങനെ റൗണ്ട് അടിച്ച് പോണ സമയത്ത് കണ്ടതാണ്. ഇവിടേക്ക് എൻട്രിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കി നോക്കണം കേട്ടോ. ഇതിൽ കൂടെ എൻട്രി കാര്യങ്ങളൊക്കെ. സൈക്കിൾ എവിടെയെങ്കിലും സേഫാക്കി വയ്ക്കാൻ പറ്റുമോ നോക്കണം കേട്ടോ. ഫുള്ള് ആ മല ഫുള്ള് കയറണം കേട്ടോ. ഇതറ്റത്താണ് ഏറ്റവും മേലെ. ഇതവിടെ ആ മലയുടെ മേലെ ആണ് സ്ഥലം വരുന്നത്. ഇല്ല, അതിൻ്റെ ഉള്ളിലേക്ക് സൈക്കിൾ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. ഇവിടെ വല്ല ഇവിടുന്ന് വെക്കണമെന്ന് തോന്നണേ. അതിൻ്റെ മേലെ കുറേ അത്യാവശ്യത്തിന് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. നല്ലൊരു ട്രക്കിംഗ് സ്പോട്ടാണെന്നുണ്ട്.
നിങ്ങൾക്ക് ഹനുമാന്റെ ജന്മസ്ഥലം കാണണം എന്നുണ്ടെങ്കിൽ ഇതാണ് സ്ഥലം വരുന്നത് കേട്ടോ. അജനാദ്രി ടെമ്പിൾ. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഒന്നും കറക്റ്റ് ആയിരിക്കില്ല, ഞാൻ ആദ്യമായിട്ട് ഇത് വായിക്കണം കേട്ടോ. ഇനി അതിൽ ആരും കളിയാക്കാൻ നിൽക്കായിരിക്കും. ഹനുമാന്റെ ബർത്ത് പ്ലേസ് ആണ് കേട്ടോ. നല്ല മേലെ നല്ല ട്രക്ക് ചെയ്യാൻ നല്ലോണം ഉണ്ട്, അതുപോലെ തന്നെ നല്ല ഇതും ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സൈറ്റ് സീയിങ് ദ ബർത്ത് പ്ലേസ് ഓഫ് ഹനുമാൻ, ഇതാണ് സ്ഥലം. ഗൈസ്, ഇവിടെ ഒരു BR രജിസ്ട്രേഷൻ വണ്ടി എടുക്കുന്നുണ്ട്, മൂസ് ഡോർഫ. എന്നിട്ട് ഫ്രാൻസ് ഗ്രാഡിൽ BR രജിസ്ട്രേഷൻ. BR എന്ന് പറയുമ്പോൾ ബീഹാർ അല്ലേ വരണേ? ബീഹാർ ആണോ? അല്ലല്ല, അറിയില്ല കേട്ടോ. ഒരു കിടിലൻ വണ്ടി, ഫോക്സ് വാഗൻ്റെ ആണോ വണ്ടി? ഫോക്സ് വാഗൻ്റെ വണ്ടിയാണ് കേട്ടോ. എൻ്റെ മോനെ കൊള്ളാലോ, കിടിലൻ വണ്ടി കേട്ടോ. എനിക്ക് തോന്നുന്നത് ക്യാമ്പർ വാൻ അങ്ങനത്തെ എന്തോ സെറ്റപ്പാണ്. ബീഹാർ അല്ല കേസ്, എന്തായാലും BR എന്ന് പറഞ്ഞിട്ട് അറിയില്ല. നിങ്ങൾക്ക് അറിയണവർ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. BR ഒബർണ. എൻ്റെ പൊന്നെ, ഒരു കാര്യം വായിക്കാൻ കിട്ടില്ല കേട്ടോ, മനസ്സിലാവണില്ല. ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം, അത് നിങ്ങൾക്ക് പ്രൊനൗൺസ് ചെയ്യാറെങ്കിൽ വായിച്ചോ. എന്താ ഇതെന്താ വായിക്കുക? ഒബ്രിയോൺ സ്ട്രീജ എന്തുട്ടാ വായിക്കാന്ന് മനസ്സിലാവണില്ല കേട്ടോ. സ്കോട്ടിൻ്റെ ഇതൊക്കെ ഉണ്ട്. നൈസ് ബൈക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. KTM അതുപോലെ 2 സൈക്കിൾ ഇരിക്കുന്നുണ്ട്. കിടല വണ്ടി. എവിടുത്തെ രജിസ്ട്രേഷനാണ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യട്ടോ. എനിക്കറിയില്ല, നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. നമ്മളിപ്പോൾ വാൻഡർലൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കഫേ ലക്ഷ്യമാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഹണ്ടിങ്, നല്ല നല്ല ലൊക്കേഷൻസ്. ഇത് എന്നിട്ട് കുറേ ഇതൊക്കെ ഉണ്ടല്ലോ. ഓ കൊള്ളാലോ. ഇതെന്തൊരു സാധനം അറിയില്ല കേട്ടോ. ഇവിടെ നമ്മുടെ സായിപ്പുണ്ടോ നോക്കി നോക്കാം. നല്ല വൈബിളുള്ള സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. ഓ ഇവിടെയാണ് കേട്ടോ ക്യാമ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ. എൻ്റെ പൊന്നേ, പൊളിച്ച് നോക്കിയേ, കിഡിലൻ. ഇതിഷ്ടം പോലെ ഉണ്ടല്ലോ ക്യാമ്പിങ്. വാവ്, അടിപൊളി കേട്ടോ. നോക്കി, ഇവിടെ ഫുള്ള് ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ക്യാമ്പ് ചെയ്യാൻ, എൻ്റെ ദൈവമേ, വൈബ് അടിപൊളി കേട്ടോ. ഇഷ്ടം പോലെ ക്യാമ്പ്. ടെൻറ്റ് അവർ അടിച്ചു വെച്ചിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ചെയ്യായിരുന്നു കേട്ടോ. ടെൻറ്റ് നോക്കിയേ, എൻ്റെ പൊന്നെ, എന്തോരാൾക്കാരാ. അയ്യോ, അവിടെ ഷെഡി അലക്കിയിട്ടിരിക്കുന്നു. കൊള്ളാട്ടോ. ആരെങ്കിലൊക്കെ ഇടുന്നത്. ഹായ് ബ്രോ, ഹായ്. You from? Huh? Bangalore, okay. I'm just looking for a good place to camp. How was this place? Your experience? Good? Okay. You're here for any specified? Climbing. Okay. Where is the location? Everywhere. Huh? Everywhere. Oh. And അടിപൊളി ടാ. Bro, how are you comfortable being in a camp video? Huh? Okay, how much for the rent? That I don't know. My girlfriend stays here. Okay, fine. Okay. You don't know the... No, I don't know. Okay. അറിയില്ല കേട്ടോ. കൊള്ളാം, എന്തായാലും നൈസ് സ്ഥലമായിട്ട് കേട്ടോ. കുറേ ക്യാമ്പ് ചെയ്യാനുള്ള കുറേ ഇതുകളുണ്ട്. കൊള്ളാം. വേറെ ആരോടെങ്കിലും ചോദിച്ചു നോക്കാം കേട്ടോ. ബ്രോ, യു ക്യാമ്പ് ഹിയർ? You know how much is charge? Yeah, 500 rupees per person. Per person, okay. 500 rupees കേട്ടോ. നമുക്ക് അപ്പുറത്തന്നെ നല്ലത്. ഇവിടെ കൊള്ളാം, പക്ഷേ കുറേ കമ്പനി കിട്ടും. പക്ഷേ വൈബുണ്ട്, നല്ല ഇതുണ്ട് കേട്ടോ. പക്ഷേ സിംഗിൾ ടെൻറ്റ് അവിടെ എനിക്ക് 250 രൂപ 300 രൂപ വരുന്നുള്ളൂ. 200 രൂപ കൂടുതലാണ്. No problem. Bhaiya, no problem. No problem. Shanti, no problem. Oh, this no biting, re. Wait. No, Shanti, apa Sanjay Asma? Oh my god. Eh, tent akar da, let dabbu da. Wait. Stop. No problem. Shanti, ha? Inga saale okuna respecting nu atte malla Arste idaitade. egiri gudantesna podade. దాని ఏం లేదు ఎటుడుగా కొద్దిగా బరకలోకి చేసుకోవాలా. ఆ బరకంలోకి దండ వేసుకోవాలా. తర్వాత దండ నుంచి సంచిలోకి వేసుకోవాలా. మంచి రెడ్డి దీనికి మంచి రెడ్డి దీనికి డబ్బులు ఎంతకం కోసం చెప్పు. నాకేనా అనుకోని వస్తా. ఎంతకం చేస్తావు చెప్పు.
కొంచెం అటాను మట్టి గిట్టి అక్కడ పోతుంది. అది ఎక్కడ పోలే. ഇന്ന് ശരിക്കും കണ്ടു കേട്ടോ പാമ്പിനെ മോനെ. ഇവിടെയുള്ള ഇവിടെയുള്ള ഒരുത്തന്മാര് ഒച്ചെടുക്കായിരുന്നു കേട്ടോ. ഒച്ചെടുത്തിട്ട് కాలు పెట్టుకోవాలి దాన్ని సెన్సిటివ్. ഇന്നലെ പാമ്പിനെ കണ്ട് പേടിച്ചുള്ളൂ കേട്ടോ. ഓസ് പോലെ ദേ. ഇന്ന് ശരിക്കും പാമ്പിനെ കണ്ടു. സ്നേക്സ് സ്നേക്ക് നോ 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 നോ. എന്റെ മോനെ മാര് കൊണ്ടോണ്ട്. എന്റെ പൊന്നെ. Best one, not danger. Yeah, I know, but then എന്തൊക്കെയാ പറയണ്ട. അവര് രണ്ടെണ്ണാട്ടാ ഇസ്രായേലിന്ന് ഒന്ന് രണ്ടെണ്ണാണ് ഓടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തിട്ടാന്ന് വിചാരിച്ച്. അത് പക്ഷെ പാമ്പല്ല, വേറെന്തോ സാധനം ഉണ്ട്. എന്തോ ഒരു ഇത് പറഞ്ഞു അവര്. This is like 30 days one way. After 30 days one way. It's not a snake. yeah, I know. Huh? You think no? 13 days like one way. After 13 days one way. That's it. No problem. കോപ്പ് 13 ദിവസം ഒരു സ്ഥലത്ത് ഒരു ഡയറക്ഷനിൽ പോവും, 13 ദിവസം വേറെ ഡയറക്ഷനിൽ പോകുന്ന പറഞ്ഞത്. ഇതേ ഇവിടെ ഒക്കെ ടെന്റ് ഉണ്ട് കേട്ടോ. 1 2 3 അതിലാളുണ്ടെന്നുണ്ട്, ഇതിൽ 2 ആളില്ലാന്നുണ്ട്. അറിയില്ല ഞാൻ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങും ദൈവമേ. എന്തായാലും എനിക്കറിയില്ല ചേട്ടാ, എന്തായാലും എനിക്കറിയില്ല. ഞാൻ എന്തായാലും ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറി കിടന്നുണ്ട്. എനിക്കെന്തോ വലിയ പേടി തോന്നണില്ല ചേട്ടാ. പാമ്പല്ല, അത് അതിൻ്റെ വഴിക്ക് പൊക്കോളൂ എന്തോ തോന്നില്ല. ആൾ പറഞ്ഞ് പേടി തോന്നുന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റിൽ കയറി കിടന്നു, അവിടെ ബെഡും എല്ലാം ഉള്ളതല്ലേ, അവിടെ കയറി കിടന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. എന്തോ എനിക്കെന്തോ അങ്ങനെ പേടി തോന്നുന്നില്ല ചേട്ടാ. അങ്ങനെ മൈൻഡ് അങ്ങനെ സെറ്റ് ആയതുകൊണ്ട് അറിയില്ല. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺ ഗൈസ്. കിടിലൻ വ്ളോഗായിട്ട് നാളെ 6 മണിക്കാണ് കേട്ടോ. എല്ലാ ദിവസവും 6 മണിക്ക് നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്, തിങ്കൾ മുതൽ വെള്ളി വരെ. പറഞ്ഞെന്നുള്ളൂ, നിങ്ങളൊന്നും കാണാറൊന്നുമില്ല എന്ന് മനസ്സിലായി. എന്തായാലും ചുമ്മാ ഒന്ന് പറയാലോ ചെയ്തിട്ടാണ്. സോ സ്റ്റേ ട്യൂൺ ഗൈസ്, നാളെ കാണാം 6 മണിക്ക്.